അപ്പോൾ നമ്മളിന്ന് മലയാറ്റൂർ മല കയറാനായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഇക്കാക്ക് എപ്പോഴും വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് ഒക്കെ ആയിട്ട് കയറാനൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തുടക്കം. എന്തായി തീരുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ, ഫാമിലി എല്ലാവരുമായിട്ടാണ് വന്നത്. പിന്നെ എൻ്റെ ബ്രദറുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണെന്ന് കയറാൻ പോണത്. നമുക്ക് നോക്കാം. എനിക്കിത് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഞാൻ അണച്ചു തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. കയറി എന്തോരായി എന്നറിയാൻ പാടില്ല. എങ്കിലും കുറച്ചായിട്ടുള്ള പകുതി ഒന്നും ആയിട്ടില്ല. ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വരണുണ്ട് കേട്ടാ. ഇവരൊക്കെ എപ്പോഴാണോ മുകളിൽ പോയത് ഗൈസ്. അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടാ. ഇതാണ് ഏറ്റവും വലിയ കയറ്റം കയറാൻ പോണത്. നമ്മൾ ഇത്രയും കയറിയതൊന്നും അല്ല, ഇതാണ് കയറ്റം. ഇതിന്റെ മുകളിലെത്തുമ്പോഴേക്കും എന്താവൂന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ തന്നെ ഞാൻ അടച്ചു തുടങ്ങി. നല്ല നല്ല കുത്തനെയുള്ള കയറ്റാണിത്. അപ്പൊ നമുക്ക് കയറാം ഗൈസ്. നമ്മൾ കയറ്റം കയറാൻ പോണതാണ്ടേ കാണുന്നത്. നല്ല കുത്തനെയുള്ള പാറകളാണ്. ആൾക്കാരൊക്കെ ഈസി ആയിട്ട് പോയിട്ടൊക്കെ ഇറങ്ങി വരണുണ്ട്. എൻ്റെ കൂടെ വന്നവരൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാറയുടെ മുകളിൽ കയറി ഇരിപ്പായി. ഇനി ഇതിനെന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് പോകാൻ ഗൈസ്. അപ്പൊ ഞാൻ കയറ്റം കയറിക്കൊണ്ടിരിക്കണ്ടോ. എന്റെ പൊന്നോ, ഒരു കയറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിടിച്ചെങ്കിലും കയറാറുണ്ട്. ഇതിപ്പോ പാറയെ പിടിച്ചിങ്ങനെ കയറേണ്ട ഒരു അവസ്ഥയാണ്. ഈ ഡെയിലി വന്നവർക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വന്നത് തന്നെ, കാണുന്നതും ആദ്യമായിട്ടാണ്. നേരെയല്ല പോണേ, ഞാൻ ചെരിഞ്ഞെരിഞ്ഞാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, തല കറങ്ങണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കയറി ഞാൻ തീരെ ടയേർഡായിട്ട് ഗൈസ്, ഞാൻ തീരെ ടയേർഡായി. പറയുന്നത് പിടിച്ച് കയറാം, അപ്പൊ നടക്കുള്ളൂ. നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ പാറയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കേറും. വടിയും കുത്തി പിടിച്ചിട്ടാണ് ഓരോരുത്തരും നടന്നുകൊണ്ടത്. നമുക്കാണെങ്കിൽ വടിയും കിട്ടിയില്ല. അപ്പൊ ആ പെണ്ണ് വടി കുത്തിയോട് നടക്കാനുണ്ട്. ഇപ്പേ എനിക്കും ഒരാഗ്രഹം വടി കുത്തിയും കൊണ്ട് നടക്കാനായിട്ട്. അപ്പൊ എനിക്കും ഒരു വടി കിട്ടിയിട്ടാ. ഞാൻ ഈ വടിയും കൊണ്ടാണ് നടക്കുന്നത്. എൻ്റെ അമ്മോ, രക്ഷയില്ലാട്ടാ. കൂടെ വന്നവരൊക്കെ മുകളിലെത്തി. ഞാൻ ഇപ്പോഴും നടന്ന് മുകളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൈതിരിയൊക്കെ ഇട്ടിട്ടാ കയറാനായിട്ട്. കയറാൻ കുഴപ്പമില്ല. അവിടെ വരെ ഒന്ന് എത്തിക്കിട്ടണം. ഓ, താഴെ ബാക്കിലേക്ക് നോക്കാൻ നടക്കണ്ട. എന്താ ഇത്രയും ഞാൻ കയറി ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് കയറാനായിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഈ സൈഡിൽ ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സൈഡിൽ പിടിച്ച് കയറാൻ പറ്റും. എൻ്റെ പൊന്നെ, ഈ സാധനം കിട്ടിയത് നന്നായിട്ട്. ഇതുകൊണ്ട് ഞാൻ ഇതിൽ പിടിച്ച് വലിഞ്ഞ് ഞാൻ കയറിക്കൊണ്ടിരിക്കട്ടാ. പക്ഷേ ഇത് അറ്റം വരില്ല, ഞാൻ വീണ്ടും ടയേർഡാകും. ഈ സാധനം ഉണ്ടെങ്കിൽ സുഖമാണ്. നമുക്കിങ്ങനെ പിടിച്ച് അങ്ങോട്ട് കയറാം. ഇത് കയറ്റായതുകൊണ്ടേ നേരെ പോകാനും പറ്റൂല, ചരിഞ്ഞാ പോണത്. അപ്പൊ ഇത് ഉള്ളത് കൊണ്ട് ഇത്രയും ഭാഗം രക്ഷപ്പെട്ടു കയറി. ഇനി അങ്ങോട്ടേക്ക് വലിയ കയറ്റമില്ല. നമ്മൾ ഇത്രയും നേരം കയറിയൊരു കയറ്റം അങ്ങോട്ടേക്കില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ എത്തുമെന്ന് തോന്നുന്നു. അപ്പൊ ഇതിവിടെ 1-ാം കുരിശ് എന്ന് പറഞ്ഞാൽ ഇതാണ്ടത്. ഇവിടെ നമ്മളെത്തി. പിന്നെ 2-ാം കുരിശ്, 3-ാം കുരിശ്, അങ്ങനെ ഉണ്ട് കുറെ. അപ്പൊ 1-ാം കുരിശിന്റെ അടുത്ത് നമ്മളെത്തി. ഇവിടെ മെഴുകുതിരിയൊക്കെ വരുമ്പോ അങ്ങനെ ആൾക്കാരെ കത്തിക്കും. അതാണ് ഇവിടെ ഈ പള്ളിയിലേക്ക് വരുന്നവര്. നമ്മൾ പിന്നെ എക്സസൈസ് എന്നുള്ള രീതിയിലാണല്ലോ വന്നേക്കണത്. അപ്പൊ 1-ാം കുരിശ് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-ാം കുരിശിന്റെ അടുത്തേക്ക് പോവാം. നമ്മൾ 2-ാം കുരിശിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാനാടി ഇവിടെ വരെ നിൽക്കാട്. എന്നാമോ, രക്ഷയില്ലാട്ടാ. പകുതി പോലും ആയിട്ടില്ല എന്നാണ് പറയണത് കയറിയിട്ട്. എന്റെ പൊന്നു, ഇത് മൊത്തം ഞാൻ തിരിച്ചിറങ്ങണ കാര്യം ഓർത്തിട്ടാണ്. നല്ല ബുദ്ധിമുട്ടാണേ. ഇനി ഈ വഴിക്ക് ഞാൻ വരുമെന്ന് തോന്നണല്ലോ. കൂടെ വന്നവരൊക്കെ മുകളിൽ പള്ളിയിലെത്തി പ്രാർത്ഥന തുടങ്ങിയത്. അപ്പൊ ഇതാണ് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പോണെന്ന് പറയുന്നത്. ഇതാണ്ടാ, ഇതിൽ നിറയെ കല്ലുകളാണ്, മുള്ളില്ല. ഈ കല്ലുകളൊക്കെ കടന്ന് ഞാൻ എത്തണമല്ലോ. അപ്പൊ നമ്മൾ കുടിവെള്ളത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ പല സ്ഥലത്തും വെള്ളം വച്ചിട്ടുണ്ടെങ്കിലാണ് കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ
എഴുതി വെച്ചു കൊടുത്ത വെള്ളം മാത്രമാണ് കുടിക്കാൻ പോകുള്ളൂ. അങ്ങനെ 3-ാം കുരിശിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി എത്ര കുരിശുണ്ടെന്ന് അറിയാൻ പാടില്ല. 3 കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മുകളിലേക്ക് ചെല്ലുന്നത് 4-ാം കുരിശ്. അത് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ദൂരം ഇല്ല അങ്ങോട്ടേക്ക്. ശരി കയറ്റാണ്, അത് കയറണം. ഇത്രയും കഠിനമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇരിഞ്ഞാ വേണ്ടാന്ന് വെച്ചേനെ. ഇത് ഒട്ടും നിരപ്പായിട്ടുള്ളൊരു ഇതല്ല കേട്ടോ, ശരിക്കും ഒരു മല കയറണ പോലെ തന്നെയാട്ടത്. വലിയ വലിയ പാറക്കല്ലുകൾ വരെ, മരത്തിന്റെ വേരുകൾ വരെ ഉള്ളാണ്. നല്ല ശരിക്കും ഒരു മല കയറണ പോലെ തന്നെ. മല കയറാത്തവർക്ക് മലയാറ്റൂർ മല വന്ന് കയറി കഴിഞ്ഞാൽ മല കയറിയതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവും. പിന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരൊക്കെ ഇതൊരു നേർച്ചയായിട്ടൊക്കെ അവർ കയറണതാണ്. അല്ലാത്തവർക്ക് മല കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ മല കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടും. ഗൈസ്, ഞാൻ കയറി എൻ്റെ അമ്മ ഇത് എങ്ങടെ കയറണേന്ന് ഭയങ്കര വലിയ വലിയ പാറയുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ കയറണത്. ഇപ്പൊ കയറാൻ തന്നെ നല്ല പാടാ. എൻ്റെ അമ്മ മുകളിലെത്തി കിട്ടണമല്ലോ. എന്തായാലും കയറിപ്പോയില്ലേ, ഇനി മുകളിലെത്താണ്ട് പറ്റിയില്ല. ഇതിന്റെ ഉള്ളിലൊക്കെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടാ. മോളില് ഈ താഴത്തുനിന്ന് മുകളിൽ വരെ ആ പള്ളിയുടെ അവിടം വരെ ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലെയുള്ള ഇത് ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ രാത്രിയിൽ ഈ മല ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു ലൈറ്റ് കാണാറുണ്ടല്ലോ, ഈ ആ കാലടി പാലത്തിന്റെ ഒക്കെ അവിടെ നിൽക്കുമ്പോ ഈ ലൈറ്റാണത്. ഇവിടെ ഒരു മരം കണ്ടോ, വലിയൊരു മരം. ഞങ്ങൾ ചാഞ്ഞ് നിൽക്കാണ്. നല്ല വലിപ്പം കൊണ്ടിട്ട് അതിന്. അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഈ പള്ളിയുടെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ തുടങ്ങി ഞങ്ങൾ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലും കൊണ്ട് തന്നെ വെട്ടിയിട്ടുണ്ടാക്കിയാണ് സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പുകളാണ് എനിക്ക് കയറേണ്ടത്. ഈ ആൾക്കാരൊക്കെ പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവരും പടപടാന്ന് ഇറങ്ങി പോകേണ്ട. ഇവരൊക്കെ സ്ഥിരം ഞായറാഴ്ച പള്ളിയിൽ വന്നവരാണ്. അതുകൊണ്ട് അവർ പടപടാന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പള്ളിയിലും കയറ്റം കയറാനാണ് പാടെ, ഇറങ്ങാൻ നല്ല സുഖമാണല്ലോ. ഞാൻ ഇതുവരെ പള്ളിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ കുരിശ് എത്രാമത്തെയാ നോക്കാം. 12-ാമത്തെ കുരിശിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ കുരിശിന്റെ അടുത്ത് എത്തിയിട്ടാ 13-ാമത്തെ കുരിശ്. എൻ്റെ പൊന്നോ, ഇത്രയും ദൂരം. 13-ാമത്തെ അല്ല, ലാസ്റ്റ് അവിടെ 14 ഉണ്ട്. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ. അപ്പൊ നമ്മൾ എത്താറായി. അപ്പോഴേക്കും തീരെ ടയർഡായിട്ടുണ്ട്. നല്ല കാലുവേദന എടുത്തിട്ട് വയ്യ. ശരീരം ഈ പരിചയമില്ലല്ലോ, അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അമ്മയൊക്കെ ഔഷധിയായി എന്നുള്ളതാണ്. തീരെ ഔഷധി. ഞാനും അന്ന് ഭയങ്കരമായിട്ട് ഔഷധിയായിട്ടുണ്ട്. നിൽക്കാതായി അച്ഛന് മുകളിലെത്തി. നമുക്ക് ലാസ്റ്റത്തെ കുരിശിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 13 ഇപ്പോൾ കഴിഞ്ഞത്. 14. എൻ്റെ പൊന്നി, ഒന്ന് കയറി കിട്ടാനുള്ള പാട് ചില്ലറ പാടല്ല കേട്ടാ. നല്ല ബുദ്ധിമുട്ടാണ്. 3 റൗണ്ടും 5 റൗണ്ടും ഒക്കെ ഒറ്റ പ്രാവശ്യം കയറണവരുണ്ട്. ഇറങ്ങി വീണ്ടും കയറും. അങ്ങനെ ഒരു ചേട്ടനെ ഞങ്ങളിവിടെ കണ്ടിരുന്നു നേരത്തെ. 3-ാമത്തെ റൗണ്ട് കയറി ഇറങ്ങണത്. ഓ, ആ ചേട്ടനൊക്കെ നല്ല സ്റ്റാമിനയാ. എങ്ങനെ എൻ്റെ മുകളിൽ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് അത്ര അറിയാമോളൂ. പിന്നെ നമുക്കിനി മലയുടെ മുകളിൽ നമ്മൾ എത്തി. ഈ പള്ളിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. ലാസ്റ്റത്തെ കുരിശാണ് 14-ാമത്തെ കുരിശ്. അപ്പം നമ്മൾ ഇടയ്ക്ക് 2-3 കുരിശുകൾ ഇട്ട് ഉയർന്നിട്ട് അത് കണ്ടില്ല. നടക്കുന്ന സൈഡ് മാറിപ്പോയി. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ കുരിശ് മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള വ്യൂ ഒക്കെ എങ്ങനെയാണെന്ന് കാണാം. നമ്മളപ്പോൾ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, പള്ളിയുടെ അടുത്തുള്ളത്. അവിടെ അങ്ങനത്തെ സ്റ്റെപ്പുകൾ കാണാൻ വലിയ പാടാണ്ട. കല്ലുകളിൽ ചവിട്ടി പോകാനായിട്ട് അത്രയും ബുദ്ധിമുട്ടില്ല. ഈ സ്റ്റെപ്പുകൾ കയറുമ്പോൾ നല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. മാർത്തോമ മണ്ഡപമാണ്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്.
അപ്പോൾ കുരിശൊക്കെ ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാവരും മല കയറി വരുന്നവരുണ്ടല്ലോ, കുരിശ് ചുമന്നുകൊണ്ടും മല കയറി വരാൻ നേർച്ച നേർന്നവരുണ്ട്, അവർ കൊണ്ടുവന്നേക്കണ കുരിശുകളാണ്. പിന്നെ ഇവിടെ ഒരു ആന കുത്തിയൊരു പള്ളിയുണ്ട്, അതാണിത്. അപ്പോൾ അതാണ് ഈ ആന കുത്തിയ പാടുകളൊക്കെയാണ് ഇവർ ചില്ലിലാക്കി വച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന കുത്തിയ പള്ളിയിൽ നിന്നും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് ആൾക്കാർ വെള്ളം കുടിക്കാറുണ്ട്. ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയുടെ ഉള്ളിൽ ഈ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ വന്ന് എല്ലാവരും ഇതിൽ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. നല്ല തണുത്ത വെള്ളമായിരിക്കും ഈ പാറയുടെ ഉള്ളിൽ വന്നേ കണ്ടുള്ള. ഇതൊരിക്കലും പറ്റൂല, ഇങ്ങനെ തന്നെ വെക്കും. നമുക്കും കുറച്ച് വെള്ളം എടുക്കാം ഇതിൽ നിന്ന്. നല്ല തണുപ്പാണ് കേട്ടോ. ഇതൊക്കെ ഇട്ട് ഈ ഇലയും ഇതൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് അവർ മുകളിൽ മൊത്തം കവർ ചെയ്തേക്കാണ് ഈ ഇലയും ഇതൊന്നും വീഴാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഭാഗം മാത്രം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കോരി കുടിക്കാം. ഇതാണ് ഇവർക്കടെ പള്ളി. അപ്പോൾ ഇവിടെ പ്രാർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നമ്മൾ കയറി വരണം കണ്ടില്ലായിരുന്നു. അതാണ് ഈ പള്ളിയുടെ അകത്തുള്ളൊരു വീഡിയോ ഉണ്ട് ജസ്റ്റ് ഒരു. ഇതാണ് പൊൻകുരിശ്. ഇവിടെ തോമാസ് ലീഹ പാറപ്പുറത്ത് നിന്ന് ദീർഘനേരം പ്രാർത്ഥിച്ച് തോമാസ് ലീഹ അദ്ദേഹത്തിൻ്റെ കൈവിരൽ കൊണ്ടൊരു കുരിശടയാളം വരച്ചു. അപ്പോൾ അവിടെ ഒരു കുരിശ് രൂപപ്പെട്ടു എന്നാണ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ അതാണ് പൊൻകുരിശ്. നമുക്ക് ആ പൊൻകുരിശ് ഒന്ന് കാണാം. തോമാസ് ലീഹയുടെ പാദമുദ്ര നമുക്ക് കാണാം കേട്ടോ. ഇതാണ് തോമാസ് ലീഹയുടെ പാദമുദ്ര. ഇതൊരു ചില്ലിലാക്കിയിട്ടാണ് ഇവരോട് വച്ചേക്കുന്നത്. പാദം പതിഞ്ഞ സ്ഥലം, ഒരു കാലിൻ്റെ പാടുകളുണ്ട് കേട്ടോ പാറയെന്ന്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പാദമുദ്ര ഏറ്റവും മുകളിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള മലകളാണ് അപ്പുറ സൈഡിലും കാണുന്നത്. അതുപോലെയുള്ളൊരു മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും മുകളിലെത്തി നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ മുകളിലെത്തി കഴിഞ്ഞ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കയറി വരലൊരു നല്ലൊരു പണിയാണ്. മുകളിലെത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. മലകളും എല്ലാം ഉണ്ട്. എല്ലാവരും ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. വന്നവരൊക്കെ അവിടെ ഇരുന്ന് ഇവിടേക്ക് ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മലയുടെ മുകളിലെത്തി. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി മല ഇറങ്ങാൻ പോവാണ്. അപ്പം മല ഇറങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, കയറണ അത്ര പാടില്ലല്ലോ ഇറങ്ങാനായിട്ട്. അപ്പം നമ്മളിത് ഇനി മല ഇറങ്ങാൻ പോവാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ മുകളിൽ വന്നു കഴിയുമ്പോൾ കാണാനായിട്ട്. കോടമഞ്ഞും എല്ലാം ഉണ്ട് മുകളിൽ. അവിടെ കുറേ നേരം ഇരിക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങിപ്പോന്നു. മലയുടെ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് വിശക്കണം. അതുകൊണ്ട് ഞങ്ങൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കണം. പൊന്നെ അവർ പിടിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു പിടിച്ചെങ്കിലും ഇറങ്ങാറുണ്ട്. പണിയാണ്, ഇറങ്ങലും കയറലും പണിയാണല്ലോ. പക്ഷെ ഇതിവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ താഴത്ത് നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, 2-3 വട്ടം ചാടി പോകണം. എന്ത് സുഖ നമുക്ക് കയറി നമുക്കറിയാം. ഇപ്പൊ ഇറങ്ങാനും പാടില്ല, എന്നാലും കയറുന്നതിന്റെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ കാല് തന്നെ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും നിറയെ കോടമഞ്ഞായിട്ട് ഈ മരങ്ങളുടെ ഇടയിലേക്കൊക്കെ കോടമഞ്ഞ് വന്ന് നമ്മുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കണു. ചിലപ്പോൾ താഴ്ത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റൂലായിരിക്കാം. അതുപോലെ കോടമഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മല കയറി ഇറങ്ങിയിട്ടാ തീരെ അവശതിയായി ഇറങ്ങി വന്നപ്പോഴേക്കും കാലൊടിഞ്ഞു എന്ന് തന്നെ പറയാം. കാലിൻ്റെ 2 കാലിൻ്റെ കുഴ വേനെടുത്തിട്ട് പാടില്ല. ഈ ഷൂ ഇട്ട് എൻ്റെ വിരല് മേലെടുക്കണു. അപ്പം അങ്ങനെ നമ്മുടെ മലകയറ്റം കഴിഞ്ഞു. ഇനി ഞാൻ ഈ ജന്മം ഇനി മല കയറാൻ വേണ്ടി ഞാൻ വരില്ല, അത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് കയറണവർ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഒരു എക്സസൈസ് ആയിട്ടൊക്കെ അതേ പിള്ളേരുകളും എല്ലാവരും ഉണ്ട്. എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇന്ന് എനിക്ക് കിടക്കപ്പായെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ എത്തിയിട്ടാ.
താഴത്ത് വണ്ടികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ആശ്വാസമുണ്ട്, താഴത്ത് എത്തിയില്ല, ആ ഒരു സമാധാനം. ഒരുപാട് പേര് വീണ്ടും വീണ്ടും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേർച്ചയായിട്ടൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്തായാലും മലകയറൽ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, ആ ഒരു സമാധാനം. മല കയറി ഇറങ്ങി കേട്ടോ. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചേഴ്സിനൊക്കെ കയറാൻ പറ്റിയ നല്ലൊരു സംഭവമാണിത്. നല്ല രസമാണ് അതിൽ കയറാനായിട്ട്. പക്ഷെ ഞാൻ തീരെ ടയേർഡായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുവരെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.